അധ്യായം 11. വിൽപ്പനയുടെ പുതിയ നിയമം. ഇനി അടുത്തതെന്താണ്? ഞാൻ എന്റെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അർജുൻ പറയാൻ പോകുന്നത് എന്തായാലും അതത്ര നിസ്സാരമായ ഒന്നായിരിക്കില്ല. ഇതെല്ലാം കേട്ട് എന്റെ തല പൊട്ടിത്തെറിക്കുമോ എന്നേ ഇനി അറിയേണ്ടതുള്ളൂ. പക്ഷെ ഒന്നിനും ഇനി എന്നെ തടഞ്ഞു നിർത്താനാകില്ല എന്നെനിക്ക് അപ്പോൾ തോന്നി. അർജുൻ പറഞ്ഞു തുടങ്ങി. നിന്റെ ബിസിനസ് വളർത്താൻ 3 ലളിതമായ മാർഗങ്ങളാണുള്ളത്. ഉപഭോക്താക്കളുടെ എണ്ണം കൂട്ടുക, ശരാശരി പർച്ചേസ് മൂല്യം കൂട്ടുക, ആവർത്തിച്ചു വരുന്ന പർച്ചേസുകളുടെ എണ്ണം കൂട്ടുക. ലിൻഡ, നീ ഉപഭോക്താക്കളുടെ എണ്ണം 15% കൂട്ടുന്നു, ശരാശരി പർച്ചേസ് മൂല്യം 15% കൂട്ടുന്നു. ആവർത്തിച്ചു വരുന്ന പർച്ചേസുകളുടെ എണ്ണവും 15% കൂട്ടുന്നുവെന്ന് വിചാരിക്കുക. എങ്കിൽ നിന്റെ കമ്പനി പെട്ടെന്ന് തന്നെ എത്ര ശതമാനം വളരും? 52%. ഞാൻ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു. എന്തായാലും കണക്കിൽ ഞാൻ നല്ല മിടുക്കിയാണ്. എന്തുകൊണ്ട് 52%? എന്തുകൊണ്ട് 45 ആയില്ല? അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ 10 രൂപ മൂല്യമുള്ള ഉൽപ്പന്നം 10 ഉപഭോക്താക്കൾ 10 തവണയെ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ലഭിക്കുന്ന തുക 1000 രൂപ. ഇത് 15% വർദ്ധിച്ചാൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം 11.5 ആകുന്നു. ഉപഭോക്താക്കളുടെ എണ്ണം 11.5 ആകുന്നു. അവരുടെ പർച്ചേസുകളുടെ എണ്ണം 11.5 ആകുന്നു. അതായത് 11.5 ഗുണം 11.5 ഗുണം 11.5 1520 രൂപ. അതായത് 52%. എന്താണിത്? ഞാനിപ്പോൾ അർജുന്റെ റോൾ ഏറ്റെടുത്തു. എന്തായാലും ഇത് അർജുനെ വിവരിച്ചു കൊടുത്തപ്പോൾ എന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. മിടുക്കി, ശരിയായ ഉത്തരം. 1 വർഷം കൊണ്ട് നിന്റെ ബിസിനസ് 15% വളർത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. അല്ല. അദ്ദേഹം എന്റെ ശബ്ദം അനുകരിച്ചത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. നിങ്ങളുടെ സെയിൽസ് 15% കൂട്ടാനുള്ള ഏറ്റവും മികച്ച മാർഗം ഒരു ചെറിയ സെയിൽസ് ടീമിനെ കെട്ടിപ്പടുക്കുക എന്നതാണ്. ആ പ്രക്രിയ ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാ സംരംഭകരും എല്ലാ ചെറുകിട ബിസിനസ് ഉടമകളും ആ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് പേഴ്സൺസ് ആയിരിക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. അർജുൻ ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. ഞങ്ങളൊരു ക്ലയന്റിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക പാക്കേജ് രൂപപ്പെടുത്തി. ആ സമയത്താണ് ഞാൻ ഒരു സെയിൽസ്മാനെ ജോലിക്കെടുത്തത്. സെയിൽസിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു താപ്പാനായിരുന്നു അയാൾ. എന്നാൽ ഞങ്ങളുടെ ക്ലയന്റിനോട് അയാൾ സംസാരിച്ച രീതി എനിക്ക് കേട്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ക്ലയന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് ഞങ്ങളുടെ കരാർ ഒപ്പിട്ടാൽ നാളെ നിങ്ങളുടെ കമ്പനി ഭയങ്കര സംഭവമായി വളരും. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ പാക്കേജ് പിന്നീട് തരാൻ പറ്റുന്ന കാര്യം എനിക്ക് ഉറപ്പില്ല. ക്ലയന്റിനോടുള്ള അയാളുടെ സമീപനം എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഒരുതരം ശ്വാസം മുട്ടിക്കൽ. ക്ലയന്റിന്റെ നിസ്സഹായത കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നി. സെയിൽസ് എങ്ങനെയും ക്ലോസ് ചെയ്യുക മാത്രമാണ് അയാൾക്ക് വേണ്ടതെന്ന് മനസ്സിലായ സമയത്ത് എനിക്കതിൽ ഇടപെടേണ്ടിയും വന്നു. മിക്ക സെയിൽസ് ജീവനക്കാരും സ്ഥാപനത്തിന് പ്രാധാന്യം നൽകുന്നില്ല. ഞാൻ എന്റെ വീക്ഷണത്തെ ശക്തമായി പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. അർജുൻ തലയാട്ടി. നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം സെയിൽസ് ജീവനക്കാരും ഹ്രസ്വകാല ചിന്താഗതിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപഭോക്താവാകാൻ സാധ്യതയുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയുള്ള ഒരു കൺസൾട്ടന്റ് പോലെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അവരുടെ മനസ്സിനുള്ളിലേക്ക് കയറുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സത്യസന്ധനായ ബയിങ് കൺസൾട്ടന്റ്, അല്ലാതെ പിടിച്ചാൽ പിടിവിടാത്ത പഴയ കാലത്തെ ചില ഇൻഷുറൻസ് ഏജന്റുമാരെ പോലെ ആകരുത്. അയ്യോ, അവരെ എവിടെ കണ്ടാലും എല്ലാവരും കാണാത്ത ഭാവത്തിൽ പോകുമായിരുന്നു. ലിൻഡ, അവരൊക്കെ നല്ല ആളുകൾ തന്നെ. പക്ഷെ വിൽക്കുക എന്നാൽ ആളുകളെ കുരുക്കിട്ട് പിടിക്കുകയാണെന്നുള്ള തെറ്റായ വിശ്വാസവും ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ ആവശ്യമായ സ്കില്ലുകളില്ലാത്തതുമാണ് അതിന് കാരണം. അതെ, ഇതുപോലൊരു കോച്ചിന്റെ സേവനം അന്നത്തെ കാലത്ത് അവർക്ക് എവിടെ നിന്ന് കിട്ടാൻ? അർജുൻ ചിരിച്ചുകൊണ്ട് തുടർന്നു. നീ നിന്നെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ് കാണേണ്ടത്, അല്ലാതെ വെറും ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ടല്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ നിനക്ക് ആളുകളുമായി ബന്ധമുണ്ടാക്കാൻ തനതായ ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് അവരുടെ വേദനകൾ കേൾക്കുക. അവരുടെ വേദനയ്ക്ക് പരിഹാരം എന്ന നിലയിൽ
നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ കഥ പറയുക. അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഉൽപ്പന്നം അവർക്ക് കൊടുക്കുന്ന ആശ്വാസം, അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് അവബോധം നൽകുക. ദീർഘകാല ബന്ധം കെട്ടിപ്പടുക്കുക. ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ സോഷ്യൽ ബ്രെയിനുകളുടെ ചുമതല തന്നെ. നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന ചിന്താഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധമാണ്. ഞാൻ സാധാരണഗതിയിൽ ആളുകളുമായി വളരെ പെട്ടെന്ന് ബന്ധമുണ്ടാക്കുന്നയാളാണ്. അതിന്റെ പ്രധാന സവിശേഷതകളിലൊന്നുമാണ്. പക്ഷെ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതാണ് എന്റെ പ്രശ്നം. എനിക്കെന്റെ ബലഹീനതകൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല. അർജുൻ അത് മനസ്സിലാക്കാനാകും. അത് വെച്ച് അദ്ദേഹം എന്നെ ഒരിക്കലും വിലയിരുത്തില്ല. പകരം എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. നമ്മൾ കണ്ടുമുട്ടിയതിനു ശേഷം ആദ്യമായാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അർജുൻ തന്റെ കൈകൾ മേശപ്പുറത്ത് വെച്ച് കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ABC ഓഫ് സെയിൽസ് ഈസ് ഓൾവേസ് ബി ക്ലോസിംഗ് എന്ന സെയിൽസിന്റെ വളരെ പരമ്പരാഗതമായ തിയറി നീ കേട്ടിട്ടുണ്ടാകും. ഞാൻ തലയാട്ടി. ഏതാനും ദശകങ്ങൾക്ക് മുൻപ് രൂപപ്പെടുത്തിയ ഈ തിയറിക്ക് പഴയ കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായി നമ്മുടെ ഭാവി ഉപഭോക്താവിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആ പഴയ നിയമം ഒരുപക്ഷെ വിപരീത ഫലം ഉണ്ടാക്കിയെന്നിരിക്കും. പഴയ നിയമവുമായി ചെന്നാൽ ക്ലയന്റ് ഓടിച്ചിട്ടടിക്കും അല്ലേ? ഞാൻ ചിരിച്ചു. സാധ്യതയുണ്ട്. അടി കിട്ടിയാലും ഇല്ലെങ്കിലും അവർക്ക് സംതൃപ്തരായ ഉപഭോക്താക്കളെ കിട്ടാൻ പോകുന്നില്ല. വഴിയിൽ വെച്ച് ആദ്യമായി കണ്ട ഒരാൾ ഇപ്പോൾ തന്നെ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് സെയിൽസും. ഇപ്പോഴത്തെ ഓൺലൈൻ ലോകത്ത് ഉപഭോക്താക്കൾ നിങ്ങളുടെ ഉൽപ്പന്നം പരിഗണിക്കുന്നത് തന്നെ അവരുമായി കുറഞ്ഞത് 17 ഇടപെടലുകൾ വേണ്ടിവരുന്നുവെന്നാണ് ഏകദേശ കണക്ക്. ഇതിനർത്ഥം 17 ഇടപെടലുകൾ വേണമെന്നല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ ഇടപെടലിൽ തന്നെ ബിസിനസ് കിട്ടിയേക്കാം. പക്ഷേ അവർക്ക് മൂല്യം കൊടുത്തിട്ട് മാത്രമേ സെയിൽസ് ചോദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സെയിൽസിന്റെ ആ പഴയ തിയറി മാറ്റി ഞാനത് ABC ഓഫ് പെർസ്വേഷൻ ഈസ് ഓൾവേസ് ബി കെയറിംഗ് എന്നാക്കി മാറ്റി. അതായത് ക്ലോസിംഗിനേക്കാൾ കൂടുതലായി സെയിൽസിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉപഭോക്താവിന് കൊടുക്കുന്ന കരുതലിനാണ്. നിങ്ങളുടെ ഉൽപ്പന്നം ഭാവി ഉപഭോക്താവിന് എത്രത്തോളം ആവശ്യമാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ അവർ തന്നെ നിങ്ങൾക്കായി സെയിൽസ് ക്ലോസ് ചെയ്തുകൊള്ളും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കരുതുന്നത് പോലെ അവർക്കും കരുതൽ കൊടുക്കുക. റിസൾട്ട് അവർക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തെക്കാൾ കൂടുതൽ മൂല്യം അവർക്ക് തിരിച്ചു നൽകുക. അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ വിശ്വസ്തത തിരിച്ചറിഞ്ഞ് അവർ നിങ്ങൾക്കും അതുപോലെ തിരിച്ചു നൽകും. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ ആശയം സംരംഭകർക്കും സെയിൽസ് ജീവനക്കാർക്കും മാത്രമല്ല ഉപയോഗിക്കാവുന്നത്. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഇത് ഉപയോഗിക്കാം. ഭർത്താക്കന്മാർ ഭാര്യമാരെ തങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള ഉപഭോക്താവായി കാണണം. നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി സമർപ്പണ മനോഭാവവും കരുതലും തിരിച്ചു നൽകണം. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ തന്റെ ബോസിനെ കസ്റ്റമറായി കണ്ട് തനിക്ക് ഏറ്റവും മികച്ചത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് പകരമായി ഏറ്റവും മികച്ച അവസരങ്ങൾ അയാൾക്ക് തിരിച്ചു കിട്ടും. ചിലപ്പോൾ അവർക്ക് ഒന്നും തിരിച്ചു കിട്ടിയില്ലെന്നും വരാം. അത്തരം സാഹചര്യങ്ങളിൽ തങ്ങളുടെ പ്രയത്നങ്ങൾക്കനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന ഇടം തേടി അവർ പോകും. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും തങ്ങളുടെ ജീവനക്കാരെ തങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരാക്കി മാറ്റുന്ന തരത്തിലുള്ള സംസ്കാരം സൃഷ്ടിക്കണം. ഈ ആശയം നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും പ്രാവർത്തികമാക്കിയാൽ ബന്ധങ്ങൾ വളരെ ശക്തമായി മാറും. എനിക്കിത് പൂർണ്ണമായും മനസ്സിലായി. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ ഞാൻ വൈകാരികമായി ശ്രമിക്കുന്നതായി എന്റെ ഉപഭോക്താക്കൾക്ക് തോന്നിയാൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ ലിൻഡ, വളരെ ശരിയാണ്. എങ്ങനെയാണ് ആളുകൾ വാങ്ങാനുള്ള തീരുമാനം എടുക്കുന്നതെന്ന് നിനക്കറിയാമോ? നാണയം മുകളിലേക്ക് എറിഞ്ഞ് തലയാണോ വാലാണോ ആദ്യം വരുന്നതെന്ന് നോക്കിയാണോ? വീണ്ടും ശ്രമിക്കുക. അവരുടെ ഭാര്യമാരോട് ചോദിച്ച് അതിലൊരു കാര്യമില്ലാതെ ഇല്ല. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഓക്കെ, എനിക്ക് മനസ്സിലായത് ആളുകൾ വൈകാരികമായാണ് എന്തെങ്കിലും വാങ്ങുന്നത്. പിന്നീട് അവർ യുക്തിപരമായി ന്യായീകരിക്കും. നീ പറഞ്ഞത് ഉഗ്രൻ.
ആളുകൾ ഇഴജന്തുക്കളുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ് എല്ലാ വാങ്ങൽ തീരുമാനങ്ങളും എടുക്കുന്നത്. അതായത് വിശപ്പ്, ലൈംഗിക വികാരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ തോന്നിപ്പിക്കുന്ന അതേ ബ്രെയിൻ ഉപയോഗിച്ച് തന്നെ. അവർ ഒരു മുതലയെ പോലെ ചിന്തിച്ച് അവർ തങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും പരിഹാരങ്ങളും വൈകാരികമായി വിലയിരുത്തുന്നു. എന്നാൽ കൂടുതൽ ബിസിനസ്സുകളും തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകളാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മുതല ബ്രെയിനിന് സവിശേഷതകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അതിന് വേണ്ടത് പരിഹാരങ്ങളോ നേട്ടങ്ങളോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിയാൽ ഉപഭോക്താവിന് കിട്ടുന്ന 24 പരിഹാരങ്ങളോ നേട്ടങ്ങളോ എഴുതുക. 24? അത് കേട്ട് ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ഞാൻ വീഴാറായി. അതെ, നിന്റെ ഉൽപ്പന്നത്തിന്റെ 24 പരിഹാരങ്ങളോ നേട്ടങ്ങളോ അറിയില്ലെങ്കിൽ ഒന്നുകിൽ ആ ഉൽപ്പന്നം നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഉൽപ്പന്നത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടില്ല. എന്റെ ഒരു സുഹൃത്ത് ഏത് ബിസിനസ്സിനും ആരംഭിക്കുന്നതിന് മുൻപ് അവരുടെ ഉപഭോക്താവിന് ആ ബിസിനസ്സിലൂടെ കിട്ടാൻ പോകുന്ന 151 നേട്ടങ്ങളും പരിഹാരങ്ങളും എഴുതാറുണ്ട്. അർജുൻ തുടർന്നു. അടുത്തതായി നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നിന്റെ തനതു മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം വാങ്ങാനുള്ള 12 പ്രധാന എതിർപ്പുകൾ എന്തൊക്കെയാണ്? 80% വാങ്ങാനുള്ള എതിർപ്പുകളും എല്ലാ ഭാവി ഉപഭോക്താക്കൾക്കും ഏതാണ്ട് ഒന്നു തന്നെ ആയിരിക്കും. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളികളുമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലയന്റ് അഭിമുഖീകരിക്കുന്ന പ്രധാന വൈകാരിക വേദനകൾ എന്തൊക്കെയായിരിക്കുമെന്ന് കണ്ടെത്തുക. അതായിരിക്കും ആളുകൾ വാങ്ങാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. അത് ചെയ്തു കഴിഞ്ഞ് അവ ഉപയോഗിച്ച് എങ്ങനെ ഉപഭോക്താക്കൾക്ക് സേവനം കൊടുക്കാമെന്ന് ഞാൻ പഠിപ്പിക്കാം. ഞാൻ അർജുനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ശരി, നിന്റെ ഐപാഡ് എടുക്ക്. കമോൺ ലിൻഡ. ആവേശത്തിൽ അദ്ദേഹം കൈയടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്ക് പാക്കിൽ നിന്ന് ഐപാഡ് വലിച്ചെടുത്ത് എന്റെ ഉൽപ്പന്നം വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ തടയുന്ന പ്രധാന തടസ്സങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്റെ ഉപഭോക്താക്കൾക്ക് വൈകാരിക വേദന ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. 20 മിനിറ്റ് ഞാൻ ഇതിനായി ചെലവഴിച്ചപ്പോൾ അർജുൻ വലിയൊരു മരത്തെ തലോടി അതിന്റെ നീളം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് കാട്ടിൽ കൂടി നടക്കുകയായിരുന്നു. ടൈപ്പ് ചെയ്ത് കൈ വേദനിച്ചപ്പോൾ ഞാൻ നിർത്തി. അല്പം ഉറക്കെ ദീർഘനിശ്വാസം എടുത്തപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞെന്ന് അർജുന് മനസ്സിലായി. കഴിഞ്ഞോ? അദ്ദേഹം ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. ശരി, ഇന്ന് പിരിയുന്നതിന് മുൻപ് വിൽപ്പനയുടെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാന തത്വം കൂടി ഞാൻ നിന്നെ പഠിപ്പിക്കാം. അതുകൊള്ളാം. സെയിൽസിനെ കുറിച്ചുള്ള നിന്റെ ചിന്താഗതികൾ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം, അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പാഠം കൂടി കേൾക്കാൻ ഞാൻ ഒരുങ്ങി. കുറച്ച് ക്ഷീണമുണ്ട്, എന്നാലും സാരമില്ല. അർജുന്റെ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനാണല്ലോ ഞാനിവിടെ വന്നത്. എല്ലാ സെയിൽസ് ജീവനക്കാരും പെട്ടെന്നൊരു ദിവസം വിൽക്കുന്നത് നിർത്തുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? അദ്ദേഹം ചോദിച്ചു. ഏതാനും മാസങ്ങൾ കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥ തകരും. നമ്മളൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും, ശരിയല്ലേ? US ഇക്കോണമിയുടെ 70% മുകളിലുള്ള വിഹിതം ലഭിക്കുന്നത് ഉപഭോക്താക്കൾ പണം തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ നിന്നാണ്. എന്നുവെച്ചാൽ സാമ്പത്തിക വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ചിലർ വിൽക്കുന്നു, ചിലർ വാങ്ങുന്നു. പണം എന്നതുപോലെ വിൽപ്പനയും ഒരു പോസിറ്റീവ് ശക്തിയാണ്. വിൽക്കുന്നവർ നല്ലതായാലും മോശമായാലും സെയിൽസ് ഒരിക്കലും മോശം കാര്യമല്ല. ഞാൻ പറഞ്ഞതിനോട് നീ യോജിക്കുന്നുണ്ടോ? അതെ, പൂർണ്ണമായും യോജിക്കുന്നു, അദ്ദേഹം തലയാട്ടിക്കൊണ്ട് തുടർന്നു. ഓക്കെ, സെയിൽസിന്റെ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനപരമായ ആശയം പറയാം. എന്തെങ്കിലും വാങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും മുമ്പ് ആളുകൾ 7 ചോദ്യങ്ങളാണ് സ്വയം ചോദിക്കുന്നത്. അർജുൻ തന്റെ കൈവിരലുകൾ കൊണ്ട് എണ്ണി ഓരോന്നായി പറയാൻ തുടങ്ങി. 1. എനിക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാമോ? 2. ഇവർക്ക് എന്റെ വേദനകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനാകുമോ? 3. ഞാൻ എന്താണ് വാങ്ങുന്നത്? ഇതിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടുന്നത്? 4. ഇത് വാങ്ങാൻ ഞാൻ നിർബന്ധിതനാകുകയാണോ? 5. ഞാനിത് വാങ്ങുമ്പോൾ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ വാങ്ങിയതിനെ എന്റെ ജീവിതത്തിലും ബിസിനസ്സിലും ഉള്ളവരോട് എനിക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? 6. ഞാൻ മെനക്കെടുന്നതിന് തക്ക മൂല്യം ഇതിനുണ്ടോ? 7. എനിക്കിത് ഇപ്പോൾ ശരിക്കും ആവശ്യമുണ്ടോ?
ഞാൻ ഈ തീരുമാനം മാറ്റിവെക്കേണ്ടതുണ്ടോ? നമ്മുടെ പുതിയ നിയമം ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം കണ്ടെത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന 3 പ്രധാന വാക്കുകളാണ് ബന്ധമുണ്ടാക്കുക, സ്വാധീനിക്കുക, വിൽപ്പനയാക്കി മാറ്റുക. ഇത് കേട്ടിട്ട് വളരെ എളുപ്പമായി തോന്നുന്നു. ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വീണ്ടും ആ വാക്കുകൾ മനസ്സിൽ പറഞ്ഞു. ബന്ധമുണ്ടാക്കുക, സ്വാധീനിക്കുക, വിൽപ്പനയാക്കി മാറ്റുക. അതെ അതെ, അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകളുടെ ഉദ്ദേശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഉപഭോക്താവുമായി ബന്ധം കെട്ടിപ്പടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആളുകളുമായി ബന്ധമുണ്ടാക്കുക? ഒരു വലിയ കയറെടുത്തിട്ട് ആളുകളെ എല്ലാം അതിൽ കെട്ടിയിടുക. അർജുൻ പൊട്ടിച്ചിരിച്ചു. അതാണ് ഒരു മാർഗം. മറ്റൊരു മാർഗം അവർ ആരാണെന്ന് പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഒരുങ്ങുക എന്നതാണ്. നിന്റെ ബിസിനസ് B2B മേഖലയിലുള്ളതായതുകൊണ്ട് നിന്റെ ഭാവി ഉപഭോക്താവിനെ കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായി അവരുടെ ഓൺലൈൻ പ്രൊഫൈലുകൾ നോക്കാം. മിക്ക സെയിൽസ് ആളുകളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പ്രണയത്തിലായിരിക്കും. ആ തെറ്റ് ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത്. പകരം നിങ്ങൾ പ്രണയത്തിലാകേണ്ടത് നിങ്ങളുടെ ഉപഭോക്താവുമായിട്ടായിരിക്കണം. ആളുകളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ പെരുമാറുക. പുതിയ ആളുകളുമായി ബന്ധമുണ്ടാക്കുന്നത് ആസ്വദിക്കാൻ കഴിയണം. നിങ്ങൾക്ക് അവരോട് അതിയായ താല്പര്യമുണ്ടെങ്കിൽ അവരും നിങ്ങളോട് താല്പര്യം കാണിക്കും. അവർക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നമാണ്, എനിക്കല്ല. അതുകൊണ്ട് തന്നെ എന്റെ ഉൽപ്പന്നത്തെക്കാൾ അവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ചുരുക്കി പറഞ്ഞു. ഒപ്പം അത് എഴുതുകയും ചെയ്തു. പൂർണ്ണമായും നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് നിങ്ങളൊരു വിദഗ്ധയായിരിക്കണം. അത് നിന്റെ ഉള്ളിൽ കയറണം. നീ അതിൽ വിശ്വസിക്കണം, അതിനെ ഇഷ്ടപ്പെടണം, അത് നിന്റെ ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് നീ നിന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് 2 ഡസൻ പ്രതിവിധികളും നേട്ടങ്ങളും എഴുതിയത്. അടുത്തതായി നിങ്ങളുടെ ഏറ്റവും വലിയ 3 എതിരാളികളെ കുറിച്ച് അറിയണം. ഒപ്പം അവരുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം. ഇതൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും വാങ്ങാൻ തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു. അർജുൻ നേരെ ഇരുന്നിട്ട് പറഞ്ഞു തുടങ്ങി. അതേക്കുറിച്ച് ഞാൻ ഉടനെ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലയന്റിനെ അറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്റെ ക്ലയന്റ് ആകാൻ സാധ്യതയുള്ള ഈ വ്യക്തിയുടെ എന്ത് സ്വഭാവമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്? ആരെങ്കിലും ഈ വ്യക്തിയെ നിനക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, എന്റെ ഈ ഭാവി ഉപഭോക്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ കുറേയേറെ എഴുതി കഴിഞ്ഞപ്പോൾ അനന്തമായ സാധ്യതകളുടെ ഒരു അനുഭൂതി എന്റെ നെഞ്ചിൽ നിറഞ്ഞു. വീണ്ടും കോളേജിലെത്തി വീണ്ടും ലോകം കീഴടക്കാൻ തയ്യാറായിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അടുത്ത സ്റ്റെപ്പ് അവരുമായി ആഴത്തിലുള്ള ബന്ധം പടുത്തുയർത്തുക എന്നതാണ്. അർജുൻ പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്ക് ഭംഗിയായും വലുതായും എഴുതി. എല്ലാ സ്വാധീനിക്കലിന്റെയും അടിത്തറ ഒരു ബന്ധം പടുത്തുയർത്തുക എന്നതാണ്. ഇത് വിൽപ്പനയുടെ ആദ്യഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പല ആളുകൾക്കും ബന്ധം കെട്ടിപ്പടുക്കുക എന്നാൽ സംസാരിക്കുക എന്നതാണ്. എന്റെ തന്ത്രം അർജുനോട് പറയാൻ ആവേശമെടുത്ത് ഞാൻ തലയാട്ടി. ഞാൻ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചും അവരെ ശ്രവിച്ചുകൊണ്ടുമാണ്. അതാണ് ശരിയായ മാർഗം. അർജുൻ എന്നെ പിന്തുണച്ചു. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സെയിൽസ് ജീവനക്കാരന് മിക്കപ്പോഴും പരാജയമായിരിക്കാം ഉണ്ടാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരുടെ ഉത്തരം കേൾക്കുന്നതും വളരെ മികച്ച കാര്യമാണ്. വിൽപ്പനയുടെ പുതിയ നിയമം മുഴുവൻ ചോദ്യങ്ങളാണ്. ഓർക്കുക, വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് 6% ആളുകളെ മാത്രമേ സ്വാധീനിക്കാനാകൂ. 55% ആശയവിനിമയവും നടക്കുന്നത് ശരീരഭാഷയിലൂടെയാണ്. 37% ശബ്ദത്തിലൂടെയാണ്. തീവ്രബന്ധമുണ്ടാക്കാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാം? തങ്ങളെപ്പോലെയുള്ളവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, വേഗത്തിൽ സംസാരിക്കുന്നവർ ചിന്തിക്കുന്നത് പതിയെ സംസാരിക്കുന്നവർക്ക് എന്തോ അസുഖമുണ്ടെന്നാണ്. വേഗത്തിൽ സംസാരിക്കുന്നവരെ കണ്ടുമുട്ടുമ്പോൾ നീ എന്തായിരിക്കും ചെയ്യുന്നത്? അവരുടെ വേഗതയിൽ സംസാരിക്കും. അതെ, സംസാരത്തിന്റെ വേഗതയുടെയും സ്വരത്തിന്റെയും കാര്യത്തിൽ അത് ശരിയാണ്. നിങ്ങൾ അവരുടെ വാക്കുകളിൽ ചിലതെടുത്ത് വളരെ ആത്മാർത്ഥമായി ഉപയോഗിച്ചാൽ ബന്ധം പെട്ടെന്നുണ്ടാകും. ഇടയ്ക്ക് വെച്ച് ബന്ധം നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ സഹാനുഭൂതിയോടെയും മതിപ്പോടെയും ഉപഭോക്താക്കളോട് സംസാരിക്കാനായി നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ രൂപപ്പെടുത്തണം.
ഒരിക്കൽ അങ്ങനെ ചെയ്താൽ തങ്ങളെ പോലെയുള്ള ഒരാളെ കണ്ടെത്തിയതായി അവർക്ക് തോന്നും. പൂർണമായും കരുതൽ അവർക്ക് കൊടുത്തുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. നീ ഒരു ഡാൻസ് ക്ലബിലേക്ക് പോകുന്നു. അവിടെ ഒരു യുവാവും യുവതിയും പരിസരം എല്ലാം മറന്ന് നൃത്തം ചെയ്യുകയാണ്. എന്തായിരിക്കും നിനക്ക് തോന്നുന്നത്? ഇവർക്കിത് പരസ്യമായി ചെയ്യുന്നതിന് പകരം ഒരു മുറിയിലിരുന്ന് ചെയ്താൽ പോരെ എന്ന് ഞാൻ പൊട്ടിച്ചിരിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ആത്മസംയമനം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, മിക്കവാറും അവർ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടായിരിക്കും നൃത്തം ചെയ്യുന്നത്. ഒരാൾ മറ്റൊരാളെ അനുകരിക്കുന്നു. ഒരാൾ തല കുലുക്കുമ്പോൾ മറ്റേയാളും അത് തന്നെ ചെയ്യും. അവർ പരസ്പരം പ്രതിഫലിപ്പിക്കുകയാണ്. അതെ, ആ ദമ്പതികൾ ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ അവരുടെ ചേഷ്ടകളും ചുവടുകളും എല്ലാം ഒരുപോലെ ആയിരിക്കും. അത് തന്നെയാണ് നിന്റെ ഭാവി ഉപഭോക്താവിന്റെ കാര്യത്തിലും വേണ്ടത്. അപ്പോൾ ഞാൻ എന്റെ ക്ലയന്റിന്റെ കണ്ണുകളുടെ ആഴത്തിലേക്ക് നോക്കി, ഈ രാത്രിയിൽ നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് പറയണോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ പൊട്ടിച്ചിരിച്ചു. അതെ, കൂടാതെ അവർക്ക് സ്പെഷ്യൽ ഡെസേർട്ട് ഉൾപ്പെടെയുള്ള ഡിന്നർ വാങ്ങിക്കൊടുക്കണം. ഉപഭോക്താവുമായി ബന്ധമുണ്ടാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്നാൽ അർജുനുമായി ബന്ധമുണ്ടാക്കാൻ പറ്റിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് എനിക്ക് തോന്നി. എന്റെ തമാശകൾ അദ്ദേഹം ആസ്വദിക്കുന്നുവെന്ന് മാത്രമല്ല, തിരിച്ചും അതിലും വലിയ തമാശ പറയുന്നു. ആദ്യം ശാരീരികമായ പ്രത്യേകതകൾ അതേപടി പകർത്തണം. അവരുടെ ചലനങ്ങളുടെ വേഗത, ഇരിക്കുന്ന രീതി, ആംഗ്യങ്ങൾ, മുഖഭാവം, കണ്ണുകളിലേക്ക് നോക്കിയുള്ള സംസാരം പോലും. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ളവർ മറ്റൊരാളുടെ ശ്വസന രീതി പോലും അതേപടി ഒപ്പിയെടുക്കും. ആരെങ്കിലും ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിച്ചാലോ? അതായത് ഞാൻ അവരെ മനഃപൂർവ്വം അനുകരിക്കുന്നത് പോലെ തോന്നിയാൽ ഞാൻ തട്ടിപ്പുകാരിയാണെന്ന് അവർ ചിന്തിക്കില്ലേ? അതുകൊണ്ടാണ് നീ അവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതായത് രണ്ടുപേരും ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ നീ എന്നെ പോലെ എന്തിനാണ് എന്നെ അനുകരിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ആത്മാർത്ഥമായി താല്പര്യമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വന്നുകൊള്ളും. ആത്മാർത്ഥമായി അവരോട് കരുതൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുമായി സ്വാഭാവികമായി ബന്ധത്തിലാകും. അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് ഭാവി ഉപഭോക്താവിന്റെ മാനസിക നിലയെ മാറ്റുക എന്നതാണ്. അവരെ ആനന്ദത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടത്? ഞാൻ കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ആന്തരികമായ ഉറപ്പ് ഭാവി ഉപഭോക്താവിന് കൈമാറുന്നതാണ് വിൽക്കൽ. അവർ വാങ്ങുന്നത് പുതിയ വിശ്വാസങ്ങളാണ്, അല്ലാതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളല്ല. പവർ സെറിമണി ചെയ്ത് ആനന്ദത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് നിങ്ങൾ ഉപഭോക്താവിനെ കാണാനായി പോകേണ്ടത്. ഇത് ഭാവി ഉപഭോക്താവിന്റെ മാനസിക നിലയിൽ കാര്യമായ മാറ്റം വരുത്താൻ സഹായിക്കും. സ്വയം സ്വാധീനിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയില്ല. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് നിങ്ങളുടേതെങ്കിൽ വിൽപ്പനയുടെ ഈ പുതിയ നിയമം പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കപടമായ ഒരു വിശ്വാസം ഉപഭോക്താവിലേക്ക് കൈമാറ്റം ചെയ്യാനാകില്ല. നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിങ്ങൾക്ക് തന്നെ ആത്മാർത്ഥമായ വിശ്വാസമില്ലെങ്കിലും ഇത് പ്രവർത്തിക്കില്ല. ഭാവി ഉപഭോക്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള മനോധൈര്യം നിങ്ങൾക്കുണ്ടാകില്ല. അവര് നിങ്ങളെ തൂക്കിയെടുത്ത് വെളിയിലിട്ടെന്നിരിക്കും. ഇത് കൃത്യമാണ്, ഞാൻ പറഞ്ഞു. അതെ, പിന്നെ വ്യാജമായ പ്രശംസകൾ കൊടുക്കാതിരിക്കുക. ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ വളരെ ബുദ്ധിശാലികളാണ്. അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും കാര്യത്തിൽ അവരോട് മതിപ്പ് തോന്നുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അവരെ പ്രശംസിക്കുക തന്നെ വേണം. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ കാരണങ്ങൾ പറയുകയും വേണം. അവരുടെ മാനസിക നിലയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് ഏറ്റവും മികച്ച മാർഗം അവരോട് പവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥത തോന്നുകയാണെങ്കിൽ അവരുടെ കുട്ടികളെ കുറിച്ചോ വെക്കേഷന് പോയതിനെ കുറിച്ചോ ചോദിക്കുക. അല്ലെങ്കിൽ അവരുടെ ബിസിനസിനെ കുറിച്ചുള്ള പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾ തമ്മിൽ പൊതുവായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ആഴത്തിൽ അവരെ കേട്ടുകൊണ്ട് അവരുമായി ബന്ധമുണ്ടാക്കുക എന്നതാണ്. ഇവിടുത്തെ പ്രധാന വാക്ക് കേൾക്കുക എന്നതാണ്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനു പിന്നിലും ഒരു യുക്തിയുണ്ട്. വിശ്വസ്തതയും ആത്മാർത്ഥതയും കരുതലുമുള്ള ഒരു വ്യക്തിയാകുന്നതിന്റെ ഭാഗമാണിത്. നിങ്ങൾക്ക് ഉപഭോക്താക്കളുമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടത് ഇതൊക്കെയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറാണോ? അതായത് സ്വാധീനിക്കൽ. സ്വാധീനിക്കൽ? അതെ.
ഈ ഘട്ടത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചില പ്രശ്നങ്ങൾ കണ്ടെത്താനും അതെങ്ങനെയാണ് അവരുടെ ബിസിനസിനെയോ ജീവിതത്തെയോ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അവരെ സഹായിക്കുക എന്നതാണ്. സ്വാധീനിക്കൽ എന്ന ഈ ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? നിങ്ങളുടെ ഭാവി ഉപഭോക്താവിന്റെ പ്രശ്നം അത് പരിഹരിക്കാനുള്ള ചെലവിനേക്കാൾ വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അവിടെ വിൽപ്പന നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബിരിയാണിയിലെ ചിക്കൻ പോലെയാണ് വിൽപ്പനയുടെ പുതിയ തിയറിയിലെ സ്വാധീനിക്കൽ. ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങളും അവയുടെ അനന്തരഫലവും കണ്ടെത്താനുള്ള ഏതാനും സ്ട്രാറ്റജിക് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ ഉത്തരങ്ങൾ കേൾക്കുകയുമാണ്. അവസാനമായി അവരെ ഒന്ന് അസ്വസ്ഥരാക്കാനും മടിക്കേണ്ടതില്ല. ഓർക്കുക, അസ്വസ്ഥരാകാത്ത ഉപഭോക്താക്കൾ ഒരിക്കലും ഉൽപ്പന്നം വാങ്ങില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഏതാനും ചോദ്യങ്ങൾ ഇതാ. ഞാൻ ഇവയെ ട്രബിൾ ഷൂട്ടിംഗ് ചോദ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി വെച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇപ്പോഴത്തെ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? എന്താണിപ്പോൾ ശരിയായി പ്രവർത്തിക്കാത്തത്? മെച്ചപ്പെടുത്താവുന്ന ഏതാനും മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ സംവിധാനത്തിൽ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിലവിലുള്ള സംവിധാനത്തിൽ സംതൃപ്തരാണോ? മിക്കപ്പോഴും ഏറ്റവും അസ്വസ്ഥരായ മേഖലകളെ കുറിച്ചുള്ള സൂചനകൾ അവർ തന്നെ നിങ്ങൾക്ക് തരും. അർജുൻ തുടർന്നു. തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. സംസാരിച്ചു തീരുന്നതുവരെ അവരെ കേൾക്കുക. സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അവയെല്ലാം കുറിച്ചിടുക. അവർ സംസാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവരെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന ഡയഗ്നോസ്റ്റിക് ചോദ്യങ്ങളുമായി മുന്നോട്ടു പോവുക. ഇത് എത്ര കാലമായുള്ള പ്രശ്നമാണ്? ഈ പ്രശ്നം കൊണ്ടുള്ള ഏറ്റവും മോശമായ കാര്യം ഏതാണ്? ഇനി ഇതാണ് ഗോൾഡൻ ഡയഗ്നോസ്റ്റിക് ചോദ്യം. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസിനെ അല്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുന്നത്? എന്ത് വില കൊടുത്തും അവർക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അവർ പറയുന്നത് ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും നന്നായി സ്വാധീനിക്കാൻ കഴിവുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദഗ്ധരായിരിക്കും. സാധാരണ സെയിൽസ് ജീവനക്കാർ ചോദിക്കുന്നതിലും 10 ഇരട്ടിയായി അവർ ഡയഗ്നോസ്റ്റിക് ചോദ്യങ്ങൾ ചോദിക്കും. അവർ തങ്ങളുടെ ഇപ്പോഴത്തെ സപ്ലയറിൽ വളരെ സന്തോഷവാനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞത് അംഗീകരിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകാനോ? ഒരിക്കലും പാടില്ല. അവരുടെ ആത്മാർത്ഥതയെ നിങ്ങൾ പ്രശംസിക്കണം. പിന്നെ നിലവിലുള്ള സപ്ലയറുടെ 1-2 മികച്ച ഗുണങ്ങൾ പറയാൻ പറയുകയും അത് കേൾക്കുകയും വേണം. അവർ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കണം. അതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കാനാണ്? ഉപഭോക്താവ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് നിങ്ങളുടെ എതിരാളികൾ ഭയങ്കരമാണ് കേട്ടോ എന്ന് പറയട്ടെ? കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും ഗൗരവത്തോടെയാണ് ഞാനത് ചോദിച്ചത്. ഇപ്പോഴത്തെ സപ്ലയറെ അവർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നതിനോട് നിങ്ങൾ ഒരിക്കലും വിയോജിക്കരുത്. നിങ്ങളുടെ എതിരാളികളെ കുറിച്ച് ഒരിക്കലും മോശമായി സംസാരിക്കരുത്. കുസൃതി കാണിച്ച കുട്ടിയെ ഉപദേശിക്കുന്നത് പോലെ അർജുൻ പറഞ്ഞു. ഒട്ടും പറയാൻ പാടില്ലേ? എന്റെ സംശയം തീർന്നില്ല. അദ്ദേഹം തലകുലുക്കി. നിന്റെ മേഖലയിൽ നീയാണ് ഏറ്റവും മികച്ചതെന്ന് നീ അറിയുകയും വിശ്വസിക്കുകയും വേണം. ഇപ്പോഴത്തെ സപ്ലയർ എന്തുകൊണ്ട് ഏറ്റവും മികച്ചവരല്ല എന്ന കാര്യം നിങ്ങൾക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. നിങ്ങളുടെ ഇപ്പോഴത്തെ സപ്ലയർ മെച്ചപ്പെടുത്തേണ്ട 3 മേഖലകൾ എന്തൊക്കെയാണ് എന്ന് അവരോട് ചോദിക്കുക. അവർ എത്ര സന്തോഷവാന്മാരാണെങ്കിലും അവർക്ക് പരാതിപ്പെടാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും. അവർ പറയുന്നതിനോട് പൂർണ്ണമായും യോജിച്ച് സംസാരിക്കുക. അതിനുശേഷം അതെങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രശ്നം അടുത്ത ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഡയഗ്നോസ്റ്റിക് ചോദ്യങ്ങളുമായി അവരുടെ വികാരങ്ങളുടെ തീവ്രത കൂട്ടുക. ആഹാ, നിങ്ങളൊരു കൊച്ചു കള്ളനാണല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിലൊരു തന്ത്രവുമില്ലെന്ന്. അർജുൻ എന്ന കൊച്ചു കള്ളൻ. ഇതൊരു തന്ത്രമായി തോന്നാം, അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ അങ്ങനെയല്ല. അവരാണ് മുഴുവൻ സംസാരിച്ചത്. നിങ്ങൾ അവർക്ക് കരുതൽ നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രചോദനം നൽകി. എന്തുകൊണ്ടാണ് തങ്ങൾ സന്തോഷവാന്മാരല്ലാത്തതെന്ന് അവർ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അവർക്ക് സേവനം ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടെ അവരുടെ വിശ്വാസങ്ങളെ സാധൂകരിക്കുക മാത്രമാണ് ചെയ്തത്. അവരെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അവരോടുള്ള കരുതൽ കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തു. പക്ഷേ നിങ്ങൾ ഒരു ശരിയായ പ്രശ്നം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാനാകില്ല. ക്ലയന്റിനെ കിട്ടാനായി ഇല്ലാത്ത പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാണിക്കരുത്.
അങ്ങനെ ചെയ്താൽ പിന്നീട് കുറ്റബോധം തോന്നേണ്ട അവസ്ഥയുണ്ടാകും. അർജുൻ തുടർന്നു. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ലെന്നും പക്ഷേ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നും അവരോട് പറയാം. അവരുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്നും ചോദിക്കാം. ഇനി അവർ നിങ്ങളുടെ ഉപഭോക്താക്കളാകാൻ പറ്റിയവരാണെങ്കിൽ സ്വാധീനിക്കലിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, അതായത് ക്വാളിഫൈയിങ്. നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ അവർ സാമ്പത്തികമായി പ്രാപ്തരാണോ എന്ന് പരിശോധിക്കുന്നതാണ് ക്വാളിഫൈയിങ്. നിങ്ങളുടെ ഭാവി ഉപഭോക്താവിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടെന്ന് ബോധ്യമാകേണ്ടതുണ്ട്. അവർക്ക് പണമുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങളും തെളിയിക്കേണ്ടതുണ്ട്. എന്താണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ചോദിച്ചു. ഒരാൾ വീട് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എന്താണ് അവിടെ ആവശ്യം? താമസം എന്നത് തന്നെ. അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അവർക്ക് ഒറ്റമുറിയുള്ള ഒരു വീട്ടിലായാലും ജീവിക്കാം. എന്നാൽ എന്താണ് അവരുടെ ആഗ്രഹം? 1/2 ഏക്കർ സ്ഥലത്ത് 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളും സ്വിമ്മിംഗ് പൂളും ഉള്ള ഒരു വീട് വേണം. ലിൻഡ, ആളുകൾ ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ വാങ്ങുന്നത്? മിക്കപ്പോഴും ആഗ്രഹങ്ങൾ തന്നെ. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊന്നും അവർക്ക് വലിയ കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഉപഭോക്താവിനെ സ്വാധീനിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സ്ട്രാറ്റജിക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള യോഗ്യത നേടണമെന്ന് പറഞ്ഞത്? ഞാൻ വികാരാധീനയായി ഐപാഡിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം കിട്ടിയാലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ അവരുടെ സന്തോഷം അധികകാലത്തുണ്ടാകില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ 4 ബെഡ്റൂമുള്ള വീട് വാങ്ങിയാലും ടോയ്ലറ്റിൽ ചോർച്ചയുണ്ടെങ്കിൽ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ആളിനേക്കാൾ നിങ്ങൾ അസ്വസ്ഥരാകും. കാരണം അവർക്ക് ഒറ്റമുറി വീടാണെങ്കിലും പ്രാഥമിക സൗകര്യങ്ങളുണ്ടല്ലോ. ഇനി സ്വാധീനിക്കലിലേക്ക് വരാം. നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി. ഇനി അവരോട് സ്ട്രാറ്റജിക് ചോദ്യങ്ങൾ ചോദിക്കുക. ഈ പ്രശ്നങ്ങൾ അവരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അവർ വിവരിക്കും. അവർ കഥയുടെ ഭാഗമായി പറഞ്ഞ മറ്റു പ്രശ്നങ്ങളിലേക്കും ആഴത്തിലിറങ്ങുക. നിങ്ങളുടെ സേവനത്തിനായി പണം ചിലവഴിക്കാൻ കഴിയുന്നതിനെ ന്യായീകരിക്കാൻ തക്ക വിധമുള്ള 2-3 വലിയ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് വരെ അത് ആവർത്തിക്കുക. അവസാനമായി ഇനി പ്രശ്നപരിഹാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂല്യം ഉറപ്പിക്കാനായി അവരോട് പ്രശ്നപരിഹാരത്തിനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ പരിഹരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഈ പരിഹാരം ഏറ്റവും മികച്ചതായി തോന്നിയത് എന്തുകൊണ്ടാണ്? ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് ദീർഘകാലത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. വീണ്ടും സൂക്ഷ്മതയോടെ കേൾക്കുക. ഇത്തവണ അവർ പറയുന്ന നേട്ടങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിലൂടെ അവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നത് എന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളാണ് വിവരിക്കുന്നത്. ഇവയാണ് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അർജുൻ തുടർന്നു. ഇനി പറയാൻ പോകുന്നത് വിൽപ്പനയുടെ പുതിയ നിയമത്തിന്റെ അവസാന ഘട്ടമാണ്. അതാണ് ലിൻഡ, കൺവേർട്ട്. ഈ സ്റ്റെപ്പിന്റെ ലക്ഷ്യം ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതവരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചുരുക്കി പറഞ്ഞ് നിങ്ങളുടെ പരിഹാരം ഉപയോഗിക്കാൻ അവരെ ക്ഷണിക്കുകയുമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുക. ആ പ്രശ്നം നിങ്ങളുടെ ഭാവി ഉപഭോക്താവിന്റെ വാക്കുകളിൽ തന്നെ വിവരിക്കുക. ഏതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നതെന്നും വിവരിക്കുക. ഇത് പരിഹരിക്കുന്നതിലൂടെ അവർ എന്താണോ പറഞ്ഞത് അതവർക്ക് ലഭിക്കുമെന്നും വിവരിക്കുക. മറ്റു പ്രശ്നങ്ങൾക്കും ഇതേ പ്രക്രിയ തന്നെ ആവർത്തിക്കുക. 3 പ്രശ്നങ്ങൾ മതിയാകും. ഇനി അവരോട് ചോദിക്കുക, ഇത്രയാണോ ഉള്ളത്, അതോ എന്തെങ്കിലും വിട്ടുപോയോ? അതെ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അവരോട് അടുത്ത 3 സ്റ്റെപ്പുകൾ പറയണം. സെയിൽസ് ക്ലോസ് ചെയ്യുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചു. ഇതിൽ വിദഗ്ധരായവർ ഒരിക്കലും സെയിൽസ് ക്ലോസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർ അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ നിർദ്ദേശിക്കും. അവരുടെ പ്രശ്നം പരിഹരിക്കാനും ഇന്ന് അവരെ പ്രതികൂലമായി ബാധിക്കുന്ന ആ പ്രശ്നത്തെ മറികടക്കാനും നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്നതിലൂടെ നേട്ടം ലഭിക്കാനുമുള്ള ഏറ്റവും മികച്ച വഴിയാണ് നിങ്ങൾ കാണിച്ചു കൊടുത്തത്. സെയിൽസിന്റെ ഈ സ്റ്റെപ്പിന് ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും.
അദ്ദേഹം തന്റെ വലതുവശത്തുള്ള അദൃശ്യയായ വ്യക്തിയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പമീല, വളരെ സമയമെടുത്ത് കായമുറിക്കുന്ന സ്ത്രീകളെ സഹായിക്കാനായി നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് നിങ്ങൾ ബനാന സ്ലൈസർ കണ്ടുപിടിച്ചത്. പുതിയ ലീഡുകൾ ഓൺലൈനായി കിട്ടാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഇല്ലെന്നും നിങ്ങൾ പറഞ്ഞു. കൂടുതൽ ആളുകളും ഇപ്പോൾ ബനാന സ്ലൈസർ ഓൺലൈനായി വാങ്ങുന്നതിനാൽ അത് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെ ബാധിക്കുന്നു. ഒരു പൈനാപ്പിൾ സ്ലൈസിംഗ് കമ്പനി പുതിയൊരു ബനാന സ്ലൈസർ ഉണ്ടാക്കാനുള്ള അവസാന ഘട്ട ശ്രമത്തിലാണെന്നും നിങ്ങൾ പറഞ്ഞു. അവരതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് പുറത്തായേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഇത്രയും കാലം പരിശ്രമിച്ചതെല്ലാം എന്നേക്കുമായി വൃഥാവിലായേക്കാം. അതുകൊണ്ടാണ് ലീഡുകൾ ഓൺലൈനായി കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വേണമെന്ന് പറഞ്ഞത്. ഒരിക്കൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്ത് മികച്ച വരുമാനം നേടണമെന്ന നിങ്ങളുടെ സംരംഭക സ്വപ്നം യാഥാർത്ഥ്യമാകും. എങ്കിലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കാൻ കഴിയും. നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടികൾ സ്കൂളിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാളിൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതോ എനിക്ക് എന്തെങ്കിലും വിട്ടുപോയോ? നിങ്ങൾക്ക് ആവശ്യത്തിന് ലീഡ്സ് കിട്ടാത്തത് കൊണ്ട് മാസം $10,000 നഷ്ടമാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വിദഗ്ധർ നിങ്ങൾക്ക് മികച്ച ലീഡുകൾ ലഭിക്കാനുള്ള വഴി കാണിച്ചു തരുമെന്ന് മാത്രമല്ല, നിന്റെ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശീലത്തിൽ കൃത്യമായ ഗ്രാഫ് കാണിച്ചു തരും. നിങ്ങളുടെ ബനാന സ്ലൈസറിന്റെ വിൽപ്പന വളർത്താൻ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വിദഗ്ധർ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ പമീല പറയും, തീർച്ചയായും ഇത് വളരെ മികച്ച ആശയമായി തോന്നുന്നു. പമീല, നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ നിങ്ങൾക്കായി നിർദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ആക്സിലറേറ്റർ പ്രീമിയം പാക്കേജ് ആണ്. കാരണം നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ ലീഡ്സ് വന്നു തുടങ്ങിക്കോളും. നീ ഇപ്പോൾ കണ്ടതുപോലെ ഞാൻ പമീലയുടെ പ്രശ്നങ്ങൾ വിവരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അത് അവളെ ബാധിക്കുന്നതെന്നും അതിനെ മറികടക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് അവൾക്ക് ലഭിക്കുന്നതെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പുകൾ അവർക്ക് നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു നിർത്തി. എന്നാലും വെറും ഒരു ബനാന സ്ലൈസറിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങൾ ചെറിയ കള്ളനല്ല, വലിയ സംഭവമാണ് അർജുൻ. ഞാൻ പൊട്ടിച്ചിരിച്ചു. അല്ല, പമീലയ്ക്ക് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി അതിനെ ഇഴകീറി പരിശോധിച്ചാൽ നിനക്ക് അധികം എതിർപ്പുകൾ നേരിടേണ്ടി വരില്ല. അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അതിന് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ഉൽപ്പന്നം നൽകുകയും ചെയ്യുകയാണ് എതിർപ്പുകൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം. എന്നിട്ടും നിന്റെ ഭാവി ഉപഭോക്താവ് ഒരു എതിർപ്പുമായി വരുന്നു. അവരോട് പറയുക, നിങ്ങൾക്ക് എതിർപ്പുകൾ പറയാനുള്ള കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അവ ഏതൊക്കെയാണ്? അതിനുശേഷം അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്തതായി, ഇത് അവരുടെ അവസാനത്തെ എതിർപ്പാക്കി മാറ്റുന്നതിനായി ഇങ്ങനെ ആവശ്യപ്പെടുക. ഇതാണോ നിങ്ങൾക്കുള്ള ഒരേ ഒരു ചോദ്യം? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അവരുടെ എതിർപ്പുകളെ ചോദ്യങ്ങളാക്കി ഞാൻ പതിയെ മാറ്റിയത് നീ ശ്രദ്ധിച്ചോ? അതെ. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടെന്നാൽ എതിർപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത തോന്നും. എന്നാൽ അവർക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ എതിർപ്പുകൾ ചോദ്യങ്ങളാക്കി മാറ്റുക. അവർ അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം തരും. അതെ എന്നാണെങ്കിൽ അത് അവരുടെ ഒരേ ഒരു എതിർപ്പാണ്. എന്നാൽ അല്ല എന്നാണെങ്കിൽ അത് അവരുടെ ഒരേ ഒരു എതിർപ്പല്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണവ? അവരുടെ പുതിയ കാരണങ്ങളും വ്യാഖ്യാനങ്ങളെയും കേട്ട് അവയെ ചോദ്യങ്ങളാക്കുക. അവരോട് വീണ്ടും ചോദിക്കുക. ചോദ്യങ്ങൾ ഇല്ലാതാകുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ അർജുൻ, നിങ്ങൾ ഇതിൽ എത്ര മിടുക്കനാണെന്ന്? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലിൻഡ, നീ അവർക്ക് കരുതൽ കൊടുക്കുന്ന രീതിയിൽ അവരെ സ്വാധീനിക്കുക. ഭാവി ഉപഭോക്താവിന് ആവശ്യമായ കരുതൽ കൊടുക്കുകയും ഈ സ്റ്റെപ്പുകൾ പിന്തുടരുകയും ചെയ്താൽ വിൽപ്പന സ്വാഭാവികമായി വരും. ഞാനത് ചെയ്യും. ഞാൻ കരുതൽ കൊടുക്കും. ഇനി അവരുടെ ചോദ്യത്തിന് അവരുടെ ഭാഷയിൽ തന്നെ ഉത്തരം നൽകുക. അവരുടെ പ്രശ്നം എങ്ങനെയാണ് നിങ്ങളുടെ ഉൽപ്പന്നം പരിഹരിക്കുന്നതെന്നും അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് പ്രയോജനം ലഭിക്കുന്നതെന്നും പറയുക. എതിർപ്പുകൾക്കായി ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എങ്ങനെയാണത്? ഞാൻ ഇടപെട്ടു. അവർ നിങ്ങളോട് അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതവരുടെ ഒരേ ഒരു എതിർപ്പാണെന്ന്. അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുകയെന്നല്ലാതെ മറ്റു മാർഗമില്ല. ഹുറേ, ഞാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞോ? ഏകദേശം. വിൽപ്പന നടത്തുക എന്ന ഘട്ടത്തിൽ
ഘട്ടത്തിലെ അടുത്ത സ്റ്റെപ്പ് ഉപഭോക്താവിനെ വാങ്ങാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. നിങ്ങൾ കേട്ട ഉദാഹരണത്തിൽ നിന്നാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ ഭാവി ഉപഭോക്താവിന് ഇപ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ വൈകാരികമായി തയ്യാറാണോ എന്നറിയാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. സ്ത്രീകൾ പൊതുവെ ഇതിൽ മിടുക്കരാണ്. ഇതിൽ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ലാത്തതിനാൽ നിങ്ങളുടെ ഭാവി ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായം പറയും. സത്യത്തിൽ ഇതിനായി വിൽപ്പനയുടെ അവസാന ഘട്ടം വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ആളുകളെ സ്വാധീനിക്കുന്നതിൽ വിദഗ്ധരായവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണ് ഈ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെ? എഴുതാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ ചോദിച്ചു. ഇപ്പോൾ തന്നെ ഐപാഡിൽ അർജുൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറെ കുത്തിക്കുറിച്ചു. ഇതാ 3 ഉദാഹരണങ്ങൾ. 1. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെയാണ് നിറവേറ്റുന്നത്? 2. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 3. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പുതിയ ടെക്നോളജി നിങ്ങളുടെ ബനാന സ്ലൈസർ വിൽപ്പന ഉയർത്താൻ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവർ അതെ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡയഗ്നോസ്റ്റിക് ചോദ്യങ്ങളും അതിനുശേഷം പ്രശ്നപരിഹാരത്തിനുള്ള ചോദ്യങ്ങളും ചോദിക്കണം. വീണ്ടും തിരിച്ചു വന്ന് അവരെ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. കൊള്ളാം, ഇത് നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ, പക്ഷെ പല ആളുകളും നേരത്തെ തന്നെ ശ്രമം ഉപേക്ഷിക്കുന്നു. ബന്ധമുണ്ടാക്കുക എന്നതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ ഭാവി ഉപഭോക്താവ് തയ്യാറാകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അതിനെക്കുറിച്ച് കുറച്ചു നേരം ചിന്തിച്ചു. എങ്കിലും ഞാൻ ഈ പ്രക്രിയ മുഴുവൻ ചെയ്യും. അവർക്ക് ഞാൻ കൊടുക്കുന്നതിന്റെ മൂല്യം മനസ്സിലാക്കണമല്ലോ. എന്റെ ഉത്തരത്തിൽ എനിക്ക് ഉറപ്പ് പോരായിരുന്നു. അർജുൻ നിഷേധിക്കുന്ന രീതിയിൽ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ലിൻഡ, നിങ്ങളുടെ ഭാവി ഉപഭോക്താവ് വാങ്ങാൻ തയ്യാറായാൽ വിൽപ്പനയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുക. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഉപഭോക്താവിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാനേ ഉപകരിക്കൂ. വിൽപ്പനയിലേക്ക് നയിക്കുന്ന അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഭാവി ഉപഭോക്താവിനെ വാങ്ങാൻ നിർബന്ധിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനർത്ഥം നിങ്ങൾ അവരെ നന്നായി സ്വാധീനിച്ചിട്ടില്ല എന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിൽപ്പന ക്ലോസ് ചെയ്യാനുള്ള രീതി നിങ്ങളുടെ ആത്മവിശ്വാസം ഉപഭോക്താവിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന്റെ തനതായ വഴിയാണല്ലേ അത്? ഞാൻ ചോദിച്ചു. അതെ, ഈ ഘട്ടത്തിൽ വിൽപ്പനയുടെ പുതിയ നിയമം നമ്മളെ സഹായിക്കും. നിങ്ങളിൽ നിന്ന് എങ്ങനെ വാങ്ങാമെന്നത് നിങ്ങളുടെ ഉപഭോക്താവിന് അറിയാമെന്ന് ഊഹിക്കരുത്. എങ്ങനെ വാങ്ങാമെന്നവരെ ലളിതമായും കൃത്യമായും ശക്തമായും കാണിച്ചു കൊടുക്കൂ. അനുയോജ്യമായ ചോദ്യങ്ങൾ ചോദിക്കൂ. എന്നെ വിശ്വസിക്കൂ, അവർ നിങ്ങളിൽ നിന്ന് വാങ്ങും. നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട് അർജുൻ. ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ അറിയുന്നവരായിരിക്കും ഏതൊരു കമ്പനിയിലെയും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നവർ. എന്തുകൊണ്ടെന്നാൽ അവർക്കെല്ലാം ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടാകും. ഞാൻ വിചാരിച്ചത് ഇവർക്കെല്ലാം സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു. അല്ല. അദ്ദേഹം വീണ്ടും നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. അവർക്കെല്ലാം തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിർബന്ധിതമായ കാരണങ്ങൾ ഉണ്ടാകും. അവർ തങ്ങളുടെ ഉൽപ്പന്നത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും ഭാവി ഉപഭോക്താവിനോട് കൂടുതൽ കരുതൽ കാണിക്കുന്നവരും മറ്റുള്ളവരെക്കാൾ കൂടുതലായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരുമായിരിക്കും. അവർ ഉപഭോക്താക്കളുമായി ബന്ധം പടുത്തുയർത്തും. അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കാനും അത് കേൾക്കാനും അതിനുശേഷം അവരെ സ്വാധീനിക്കാനും കഴിയും. ആ പ്രശ്നങ്ങൾ അവരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിക്കും. അത് പരിഹരിക്കുന്നതിനുമുള്ള കരുതൽ കാണിക്കുകയും ചെയ്യും. വാങ്ങുന്നവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് അതിന് പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്ഷൻ തിരഞ്ഞെടുത്തു കൊടുത്ത് അവരെ അനായാസം വിൽപ്പനയിലേക്ക് നയിക്കും. അവരുടെ എതിർപ്പുകളെ ചോദ്യങ്ങളാക്കി മാറ്റാനും അവയ്ക്ക് ഉത്തരം കൊടുക്കാനുമുള്ള കരുതൽ കാണിക്കും. അതെ, അവർ എപ്പോഴും കരുതൽ കൊടുക്കുന്നവരായിരിക്കും. അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. കൊള്ളാം. ഇനി ഈ ചെക്ക് ലിസ്റ്റ് എഴുതിയെടുക്കുക. ഇതാണ് വിൽപ്പനയുടെ പുതിയ ചെക്ക് ലിസ്റ്റ്. ഓരോ വിൽപ്പനയും കഴിഞ്ഞ് നിങ്ങൾ എത്രത്തോളം നന്നായി ചെയ്തു എന്ന് പരിശോധിക്കാനുള്ള ചെക്ക് ലിസ്റ്റ് ആണിത്. റെഡിയാണോ? ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ എഴുതിയെടുത്തു. ഞാൻ കരുതൽ കൊടുത്തത് അവർക്ക് മനസ്സിലായോ? ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊത്തം സമയത്തിന്റെ 80% അല്ലെങ്കിൽ അതിലും കൂടുതൽ അവർ സംസാരിക്കുകയായിരുന്നു. അവർക്ക് ആനന്ദത്തിലേക്ക് എത്താൻ ഞാൻ ശരിക്കും സഹായിച്ചു. അവരുടെ വിശ്വാസം നേടാൻ എനിക്ക് കഴിഞ്ഞോ? അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ?
പ്രശ്നങ്ങളുടെ ആഴം കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ? അതിനുശേഷം പ്രശ്നപരിഹാരത്തിന് ആവശ്യമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ? ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാനുള്ള യോഗ്യത അവർക്ക് മുന്നിൽ ഞാൻ നേടിയോ? ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നമോ സേവനമോ എനിക്ക് ആധികാരികമായി ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നതാണോ? അവർക്ക് ആധികാരികമായി സേവനം കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? പെട്ടെന്ന് തന്നെ അർജുൻ തന്റെ കൈകൾ കെട്ടി നിന്നിട്ട് ചിരിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? തല ചെരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. എന്ത് ഇത്രേ ഉള്ളൂ എന്നോ? ഞാൻ ചോദിച്ചു. എങ്കിൽ നേരെ വീട്ടിൽ പോയിട്ട് നാളെ മുതൽ ഈ പുതിയ നിയമം ഉപയോഗിച്ച് എനിക്ക് മില്യനിയർ ആകാൻ പറ്റുമോ? തീർച്ചയായും. വിൽപ്പനയുടെ പുതിയ നിയമം നീ എത്രത്തോളം ആഴത്തിൽ പഠിച്ച് എത്രത്തോളം മികച്ച ഇൻഫ്ലുവൻസർ ആകുന്നുവോ അത്രത്തോളം നീ സമ്പന്നയാകും. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു അർജുൻ. ലിൻഡ, എന്തുകൊണ്ടാണ് നീ എന്നിൽ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ഐപാഡ് ഞാൻ ബാഗിലേക്ക് വെച്ചു. അതിനുശേഷം ബാഗിന്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ഫെറാറി ഉണ്ട്, ബീച്ചിനടുത്ത് കൊട്ടാരം പോലൊരു വീടുണ്ട്, എനിക്ക് താമസിക്കാൻ തരാൻ സിറ്റിയുടെ നടുക്ക് അപ്പാർട്ട്മെന്റുമുണ്ട്. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് അറിയാം. ഞാൻ ചിരിച്ചുകൊണ്ട് വലിയ മരങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ നടന്നു.